സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള പോലീസിൻ്റെ ഒരു പവലിയനാണ്. ഞങ്ങൾ എറണാകുളം ജില്ലാ പോലീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇവിടെ നമ്മൾ പവലിയൻ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ത്രീകൾക്കും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ അത് കേരള പോലീസിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പദ്ധതികളെക്കുറിച്ച് നമ്മുടെ ആളുകളെ, പൊതുജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. കുട്ടികളിൽ മൊബൈലിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് കേരള പോലീസിൻ്റെ അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 9497975400. കൊച്ചി സിറ്റിയിലാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ കിട്ടും. അതുപോലെ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിരി എന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മുടെ അടുത്തുണ്ട്. ഈ ചിരി ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. 9497900200 എന്നുള്ളതാണ് ഈ നമ്പർ. അതുപോലെ കുട്ടികളിലെ ക്രിമിനൽ വാസനകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പല കുട്ടികളും പലതരത്തിൽ പരാജയപ്പെട്ടവരാണ്. 10ലോ +2 ഒക്കെ തോറ്റവരാണെങ്കിൽ അവരെ കേരള പോലീസിൻ്റെ ലേണിംഗ് സെൻ്ററുകൾ എല്ലാ പോലീസ് ജില്ലകളിലുമുണ്ട്. അത് ഈ ചിരി ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ തന്നെ അതിൻ്റെ സേവനങ്ങളും ലഭ്യമാണ്. അതുപോലെ വീടുകളിൽ മുതിർന്ന വ്യക്തികൾ, അച്ഛനമ്മമാരെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രശാന്തി എന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. 949790003545. ഇങ്ങനെ 2 ലൈനുകളാണ് ഉള്ളത്. ഈ 2 നമ്പറുകളിലും നമ്മുടെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒറ്റപ്പെട്ട് കഴിയുന്ന അച്ഛനമ്മമാർക്കുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. അതുപോലെ ഫാമിലി കൗൺസിലിംഗ് സെൻ്ററുകൾ എല്ലാ ജില്ലയിലും, വനിതാ സെൽ കേന്ദ്രീകരിച്ച് ഫാമിലി ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. ഇതൊക്കെ കേരള പോലീസിൻ്റെ സോഷ്യൽ പോലീസിംഗ് വിംഗ് എന്ന ഒരു വിഭാഗത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ സ്ത്രീകൾക്ക് ഈ പലതരത്തിലുള്ള ശാരീരിക ആക്രമണങ്ങൾ ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്.